ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ കളിയാ. എടാ പിന്നെ നീ കളർ ഡ്രസ് ഇട്ട് നിൽക്കുന്ന നിന്റെ ബർത്ത്ഡേ നിന്റെ ഇത്ര ക്ഷമയില്ലടാ നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ അനൗൺസ് ചെയ്യോ, ചില്ലാവ് നിങ്ങള്. മറ്റൊരു തൂവൽ പക്ഷി കൂടി നമ്മളിലേക്ക് പറന്നുയരുന്ന സമയം. സോ വി ആർ വെൽക്കമിങ് ബാക്ക്. കിണ്ടി കേറിയോടാ, അവൻ കേറിയോ? സെറ്റ് കേറിയോ? ഓക്കെ ഓക്കെ, എല്ലാരും വാ. നമുക്ക് റിക്രൂട്ട്മെന്റ് പരിപാടികളിലേക്ക് കടക്കാം. റിക്രൂട്ട്മെന്റ് ആണല്ലോ. ഹലോ ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ കളിയാ. ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ കളിയാ. താങ്ക് യു താങ്ക് യു ചന്ദ്രന്റെ ബർത്ത്ഡേടാ. അതാണ് എന്ത് സന്തോഷം കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് മാത്രം. എടാ പിന്നെ നീ കളർ ഡ്രസ് ഇട്ട് നിൽക്കുന്ന നിന്റെ ബർത്ത്ഡേ നിന്റെ. ഓ അങ്ങനെ പോയി ഡ്രസ് മാറ്റാ. ഡെക്കോറുണ്ട്. ഡെസ്ട്രോയ് എവിടെ? ഡെസ്ട്രോയ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, ലൈനപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. ഡെസ്ട്രോയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഗ്യാങ് ഡ്രസ് ഒക്കെ ഇടണമെങ്കിൽ ശനിയാഴ്ച ആവും. നീലം വന്നോ? പാപ്പനൊക്കെ കിടക്കുന്ന നോക്കിയാണോ? നീലന്റെ കല്യാണം കഴിഞ്ഞ ഇവരൊക്കെ പറയണത് എന്തെങ്കിലും സത്യം ഉണ്ടോ? ചുമ്മാ ഉടായിപ്പ്. തലേ കൊണ്ട് വെക്കുവാ. അയ്യോ എന്തൊരു മാനേൻ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് പറഞ്ഞത് അതെന്തോ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടായിരുന്നത്. അതന്നെ ഈ പട്ടി ഇവൻ പറഞ്ഞു എന്തോ അവൻ എഡിറ്റ് ചെയ്ത് മറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഒരു പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് ഇട്ട് തലയെ വെച്ച് തന്നു. അഭിനയിക്കാനാണ് പിന്നെ എന്തിനാണ് ഇവർ ഒന്നിച്ച് നടക്കുന്നത്? പിന്നെ ഇവിടെ തലസമയത്തിൽ മംഗലശ്ശേരി സുഹ എന്നൊക്കെയാണ് പറയണത് എല്ലാരും. മാല കൊടുത്ത് അതാ. ഇത് വിക്ടിം കാർഡ് അല്ലല്ലോ നീല, ഞാൻ വിശ്വസിച്ചോട്ടെ. ഇത് കള്ളാണ്. ആ കൊച്ചിനെ അണ്ണന് മുന്നിൽ കൊണ്ട് കാണിച്ചു. നീ കൊണ്ടുപോ. ഓ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ് മന്ദാരം. ജുഗ്രു പോവല്ലേ? പോത്തില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ നിന്നെ കൊണ്ടുപോണ്ട്. മന്ദാരം ഒന്ന് തന്നെ. ഈ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ടെ മറ്റേ ഇവന്റെ പേരെന്തോ, ഇവന്റെ കൊച്ചിന്റെ പേരെന്തായിരുന്നു? കെല്ലി സിറ്റിയിലുണ്ടോ? ഒന്ന് വിളിച്ചു. അന്നാ കെല്ലിയുടെ അടുത്ത് പോവല്ലേന്നൊന്ന് പറയണ കേട്ടാ. പറയണ വെയിറ്റ്. ഓക്കെ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ. മറ്റന്നാ നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാടാ. മറ്റന്നാ തൊട്ട് കേറാം. എന്തോ കുഴപ്പമില്ല. മറ്റന്നാ ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ നിന്നെ. മറ്റന്നാ തൊട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം. ശനിയാഴ്ച അല്ല അപ്പ ശനിയാഴ്ച രാത്രി ലിസ്റ്റിലിടാം. ശനിയാഴ്ച സായന്തരം 6 മണിക്ക് லிஸ்ட் அப்டேட் பண்ண முடியும் ஜெஸ்டோ. அந்த இடத்துல அப்டேட் பண்ணிட்டு அப்போ உனக்கு இந்த ஃபுல் கேங்கரோட உள்ள வாங்குங்க. ഇന്നത്തെ ആളെ ഇവനെ കൂടെ ഒരുമിച്ച് ലിസ്റ്റിലിടാം. രണ്ടുപേരും ഒരുമിച്ച് വാസനെ. അപ്പൊ അപ്പുറത്തോട്ട്. എത്തിയ ചന്ദ്ര. എന്തൊക്കെ ബഗ്ഗാണ്. ഓ അപ്പാപ്പൻ തമിഴെന്ന്. പിന്നെ അപ്പാപ്പൻ പ്രശ്നമാണല്ലോ. അല്ലല്ല ഇപ്പൊ വരും. ഒന്ന് വരുവോടാ ചന്ദ്ര. എല്ലാരും ശബരിമലക്കൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് സ്വാമിമാരൊക്കെ തത്സമയം കാണുന്നതാണേ. മാനിയോട് സംസാരിക്കണേ. എനിക്ക് ഇറങ്ങിട്ട് കേട്ടോ. അതെന്താ? സെർവർ പോരാണ് എന്തോ. ചന്ദ്ര എന്താ കേട്ടില്ല? സ്വയം ചെയ്യണം എല്ലാരും. നീയല്ലേടാ പറഞ്ഞേ അതൊക്കെ വേണം. എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം?
പൈനാപ്പിൾ എന്താ? പ്രസാദ് അത് പുതിയ എൻവിഡിയുടെ അപ്ഡേറ്റിന്റെ പ്രശ്നമാണ് കേട്ടോ. വിൻഡോസിനായിട്ട് ഇഷ്യൂ ഉണ്ട്, അത് അപ്ഡേറ്റ് പുഷ് ചെയ്യണേ, ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ പോണ്ട. ഇപ്പൊ എന്താ പറ്റി? എന്തോ ആക്ടിങ് പൈനാപ്പിൾ അറിയാത്ത പോലെ. എന്താ നിങ്ങൾക്കൊക്കെ പുഷ് ചെയ്യണേ? ഇത്ര ക്ഷമയില്ലടാ നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ അനൗൺസ് ചെയ്യോ, ചില്ലാവ് നിങ്ങളൊന്ന് ചില്ലായേ. ജസ്റ്റ് ഒന്ന് ആ ഇതായി പോയി. പുള്ളിയുടെ പുതിയ PC എടുത്ത ആൾക്കാർ പറ്റിച്ചെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പൊ നമുക്ക് അപ്പോഴത്തേക്കിനും വെറുതെ പ്രിയപ്പെട്ട TVA മെമ്പേഴ്സിനോട് വിനീതമായ നമസ്കാരം. കാലങ്ങൾ കടന്നു പോകുന്നു. ഇന്ന് മറ്റൊരു ദിവസം കൂടി, മറ്റൊരു തൂവൽ പക്ഷി കൂടി നമ്മളിലേക്ക് പറന്നുയരുന്ന സമയം. നമ്മുടെ സിറ്റിയുടെ അല്ല, നമ്മുടെ ഗ്യാങ്ങിന്റെ നാഥനായ വൺ ഓഫ് ദ നാഥനായ ചന്ദ്രൻ സാങ്കേതിക തകരാറുകൾ മൂലം ഒന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഉടനെ തിരിച്ചു വരും. അതുവരെ നമുക്ക് ക്ഷമയോടും ശാന്തതയോടും കൂടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു പിള്ളേരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. പിള്ളേരെ ഞാനോ? അടുത്തതായി ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് AP പാപ്പനെ പിടിച്ചു കൊടുക്കും. അതെ അതെ. അപ്പം ഞാൻ ഇപ്പോ ഇന്ന് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗാങ്ങിന്റെ ലീഡറായ അരുന്ത് വാസ്തു പറഞ്ഞതിൽ പേരിലാണ്. ഇതാ നമ്മുടെ ഗാങ് ലീഡറിന്റെ നിങ്ങളോട് പുള്ളിക്ക് നേരിട്ട് പറയാനൊരു മടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത വാർഡിൽ ഏറ്റവും കൂടുതൽ പിക്കെടുക്കുന്ന ആൾക്കല്ല, ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് 5 കോടി രൂപ ഗാങ് ഫണ്ടിൽ നിന്നും കുറച്ച് കൊടുക്കുമെന്ന് ആണ് വാസുവൻ പറഞ്ഞിരിക്കുന്നത്. സപ്പോർട്ടിനാണ്, കില്ലിനല്ല സപ്പോർട്ടിനാണേ. വള്ളി പിടിച്ച് സപ്പോർട്ട് ചെയ്താൽ മതിയോ? ക്ഷത്രിയനാവുന്നതിനുണ്ടോ? അത് ഫ്രണ്ടിൽ കയറിപ്പോയി എല്ലാവർക്കും വേണ്ടി ഇതാവുന്നേ. അത് നമ്മുടെ സ്വന്തം ഗാങ് ലീഡറായ വാസുവത്തിന്റെ പറയുന്നതായിരിക്കും. ഇല്ല, ഏറ്റവും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്കിപ്പോ ഒരു കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ അവൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് എന്ത് നമുക്ക് TVക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്ന ആരാണോ അവർക്ക്. അല്ലാതെ കില്ലെടുക്കുന്ന പറഞ്ഞാൽ നീയൊക്കെ കില്ലെടുക്കാൻ ഓടും. അതാണ് പ്രശ്നം. കില്ലെടുക്കാൻ ഓടും. കില്ലല്ല നമുക്ക് വേണ്ടത്. അതേപോലെ ചന്ദ്രൻ വരുന്നവരെ നമ്മുടെ ഗ്യാങ്ങിൽ ഏറ്റവും നല്ലൊരു ഗായകനും 5 കോടി രൂപ വാസുമാൻ കൊടുക്കുന്നതായിരിക്കും. അതെ അതെ അതെ. ഏറ്റവും നല്ലൊരു പാട്ട് ഇവിടെ വന്ന് പാടുന്ന ഒരാൾക്ക് ഞാനൊരു 5 കോടി രൂപ ഗ്രൈൻഡിങ് എമൗണ്ടിൽ നിന്ന് കുറച്ച് തരും. കോൺഫിഡന്റ് ആയിട്ട് വരണേ, കോൺഫിഡന്റ് ആയിട്ട് വന്ന് പാടിയാൽ 5 കോടി രൂപ ഗ്രൈൻഡിങ് എമൗണ്ടിൽ നിന്ന് കുറച്ച് തരാം. അത് മാത്രമല്ല വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും ഒരു പാരിതോഷികം കിട്ടുന്നതായിരിക്കും അല്ലേ വാസുമാൻ? അതെ അതെ അതെ, ഉറപ്പായിട്ടും. തുടങ്ങട്ടെ? തുടങ്ങിക്കോ. ഏത് വേറെ വാസുമാനെ? ഞാൻ ക്ലാസിക്കൽ, ബ്രേക്ക് ഡാൻസ്, ഹിപ്പ് ഹോപ്പ് അപ്പം പാടാൻ പോവാണ്. ഒരു കുറേ എനിക്കും നഷ്ടമൊന്നുമില്ല. എന്തൊരു നഷ്ടം? അപ്പൊ സ്പോണിയല്ലേ ഇവന്മാരെ കഴുത്തി പിടിച്ചിരിക്കും കേട്ടോ. ഏത് വേണം വാസുമാനെ? ഊമ്പിക്കാൻ കുറെ ഐഡിയാസ് ഉണ്ടല്ലേ കയ്യില്. വാസുമാനെ 70 കോടിക്ക് തരണ്ടേ? അതിന് 5 കോടി കുറച്ച് കുഴപ്പമുണ്ടോ? ഐഡിയ പറഞ്ഞിട്ട് നേരെ ഫ്രണ്ട് വന്ന് പാടി തുടങ്ങിയത്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഞാൻ മാറി കൊടുത്തിരിക്കുകയാണ്. വേറെ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊന്നും ഓപ്പോസിറ്റ് വിടാൻ പാടില്ല. മനസ്സിലായ ആർക്ക് എടാ ആലോചിക്കണം, TV അല്ല റേഡിയോയിൽ ഇത്രയും പേരുണ്ടായിട്ട് ഒരു പാട്ട് പാടാൻ ഗട്സ് ഉള്ള ഒരുത്തം പോലും ഇല്ലാതായി പോയല്ലോ.
എടാ മന്ദാരേ, ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ കുറെ തീട്ട പാട്ടും പഠിച്ച് നെഞ്ചത്തൊരു അണ്ടിപ്പൂച്ചയും കെട്ടി പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ഒലിപ്പിക്കുന്നോണ്ടാണ് നിനക്കൊന്നും കിട്ടാത്ത. ഇവിടെ എന്തോരം നല്ല പാട്ടുകൾ ഉണ്ടടാ ഈ നാട്ടില്. അപ്പൊ എന്തായാലും അത് ആദ്യം എഫേർട്ട് ഇട്ട് പാടിയോണ്ട് മന്ദാരത്തിന് 5 കോടി രൂപ കുറച്ച് കൊടുത്തേ. സപ്രഷൻ കാരണം കേക്കില്ലേ? നിനക്കൊരു 5 കോടി എക്സ്ട്രാ ഗ്രൈൻഡ് ചെയ്ത് തരേ ചന്ദ്ര ഈ പാട്ടിന് കേട്ടാ. എല്ലാരും 5 കോടി എക്സ്ട്രാ തരണമെന്ന് പറ. അതുപോലെ ഇതൊരു ടെസ്റ്റ് ആയിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാവർക്കും 5 കോടി എക്സ്ട്രാ തരണം. 75 കോടി മന്ദാരം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. ഇതൊരു ടെസ്റ്റ് കൂടി ആയിരുന്നു. ആ ടെസ്റ്റിൽ നിങ്ങളെല്ലാം ഫെയിൽ ആയി. അപ്പൊ ബാക്കി എല്ലാരും 75 കോടിയാ തരണേ ഡേറ്റില്. ഇന്നലെ എടുത്തൊരു പയ്യടന്നില്ലേ ഡെസ്ട്രോ എന്ന് പറഞ്ഞിട്ട് യൂണിഫോം പോലും ഇല്ലാതെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ സോ കഴിഞ്ഞ കുറെ റിക്രൂട്ട്മെന്റുകൾ നമ്മൾ വെടി അടിസ്ഥാനത്തിൽ മാത്രമാണ് കഴിഞ്ഞ കുറെ റിക്രൂട്ട്മെന്റുകൾ എടുത്തോണ്ടിരുന്നത്. പക്ഷെ എന്നും അത് തന്നെ എടുത്തോണ്ടിരുന്ന ശരിയാവത്തില്ലല്ലോ. അപ്പോൾ നമ്മള് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു വെടിയനെ തന്നെ വീണ്ടും ഇതിനകത്തോട്ട് കൊണ്ടുവരുവാണ്. സോ വി ആർ വെൽക്കമിങ് ബാക്ക് സ്റ്റീവ് അസ്രയേൽ ടു TVA as TVA Steve. വെൽക്കം ടു TVA Steve. ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് അതെ, അത് ദൈവമേ ഒന്ന് സഹായിക്കണേ. അറിയാതെ ഒരു കൈവത്താൻ പറ്റിയാണ്. ഓട്ടക്ലിക്കാതെ ദൈവമേ. എടാ ഒന്ന് മുക്കാൻ പറയടാ. കാല് കുത്തിയത് ഊമ്പി അവന്റെ സൗണ്ട് മാറിയൊക്കെയാണ് ഗൈസ്. സ്റ്റീവേ മോനെ വെൽക്കം ബാക്ക് ടു TVA. നിന്നെ പിന്നെ കൂടുതൽ അത് ഇവൻ നിന്നെ അടിച്ചതാണോ എനിക്കിട്ടാ കൊണ്ടത്. അത് നീ കുനിഞ്ഞ് നീ വണ്ടി ഇറങ്ങാത്ത തല താഴ്ത്തിയല്ലേ ഇറങ്ങിയത്. ഇത് നമ്മുടെ കൂട്ടത്തിൽ പുതിയതായിട്ട് വന്ന ഒരാളാണ് അപ്പാപ്പനാണ്. നിനക്കേശവിടെ കൊറേ ആൾക്കാര് വന്നിട്ടുണ്ട്. കൊറേ നമുക്ക് പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈഗോ ഒന്നും കാണിക്കില്ല. പഴയ നമുക്ക് എല്ലാവരുടെ ഒന്ന് പോയി പരിചയപ്പെടണം കേട്ടാ. എന്തോ ഈഗോ പരിചയമുണ്ട്. ഇങ്ങനെയാണ് കുത്തിരിമുണ്ടാക്കണത് ഉള്ള കാര്യം പറയാലോ. ചന്ദ്രനാണ് പ്രശ്നം. ഞാൻ അധികം ഒന്നും പറയുന്നില്ല അണ്ണ. ഞാൻ എന്തായാലും ഇനി ഇവിടെ കൂടെ കാണും. പിന്നെ കുറച്ച് കുട്ടി കൊമ്പനാളുകളുണ്ടല്ലോ, കളക്കാനുണ്ട് കുറച്ചുകൂടെ. വന്നപ്പോഴേ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. മാറ്റാണ് ഞാൻ വന്നേക്കുന്നത്. വന്നപ്പോഴേ പ്രശ്നം ഉണ്ടാക്കല്ലേ. കുട്ടി കൊമ്പന്മാരുണ്ട് ഇവിടെ. പ്രശ്നത്തോടെ പ്രശ്നമാ. ഇവന് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. പ്രശ്നമില്ല അണ്ണ, ശാന്തി സമാധാനം. എടാ നിനക്ക് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. നിന്റെ സൗണ്ട് കുറച്ച് ഡിലേ ഉണ്ട്. നിനക്ക് നിന്റെ മൈക്ക് ഇത് മാറി കിടക്കും കേട്ടാ. അവനത് ഫിക്സ് ചെയ്യാൻ ചെവിയിൽ വെക്കുന്ന സാധനം ചെറുതായിട്ടൊന്ന് അടിച്ചുപോയി, അത് ശരിയാക്കുന്നുണ്ട്. മൊബൈൽ ഡേറ്റയാണ്. ഓ അതിന്റെ മൊബൈൽ ഡേറ്റയുടെ വൈഫൈ ഒന്നേ ഉള്ളൂ. ഓക്കെ സെറ്റ്. അപ്പൊ നീ കേറിക്കോ. ചന്ദ്രന്റെ ബാറ്റ് അങ്ങ് വാങ്ങിക്കുന്നത് നല്ല ഹെൽമെറ്റ് ഇട്ടോ. ഒരു വ്യത്യാസമില്ല. വാസുമന്റെ ഫേവറേറ്റ് പ്ലെയർ തിരിച്ചു വന്നതിൽ വാസുമൻ എന്താണ് വാസുമന്റെ പറയാനുള്ളത്? നീ കൂടുതൽ എന്ത് പറയാനാ പാപ്പ. ഞാൻ എപ്പോഴും പറയാം, എന്റെ
എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആണ് ലൈക്ക് അന്ന് അടിച്ചിരുന്നപ്പോ എന്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞു നിർത്ത്. എന്താ ഒന്നാമത്തെ പ്ലേസ് ഞാനെന്നല്ലേ അന്ന് ഒരു ഊമ്പിച്ചരം പറയല്ലേ അണ്ണാ മൊത്തം നോക്കിട്ട് അന്ന് അങ്ങനെ അടിച്ചിരുന്നപ്പോ അണ്ണാ പറഞ്ഞത് എന്റെ ഏറ്റവും ടിവിയിലെ ഫേവറേറ്റ് പ്ലെയർ ചന്ദ്രൻ എന്നാണ് അണ്ണ പറഞ്ഞത്. ഒരുമാതിരി മാറ്റി പറയല്ലേ ഇനി അത്. എനിക്ക് ഈഗോ അടിക്കും, എനിക്കതിൽ ഈഗോ ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ കേൾക്കാനും വയ്യായിരിക്കും എപ്പോഴും എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞോ. ഇപ്പൊ ഇമോഷണലാണ് ഞാനത് ഇടാൻ പോയതാ, സന്തോഷം. വാർച്ചാറ്റ് ഇടാൻ പോയതാ. ഓ വെൽക്കം. വെൽക്കം ബാക്ക് ടു TVS ടീം. കള്ളൻ ആർപി നിർത്തിയ പോലും ഇത് ആർപി നിർത്തി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യൂലേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ സത്യം പറഞ്ഞ അവൻ എല്ലാം നിർത്തി ഒരു ഗ്യാപ്പിലേക്ക് ഇരിക്കുമായിരുന്നു. അപ്പൊ വേറെ ഞാൻ പറയല്ലോ, ഓൾറെഡി അവൻ ഡയോസിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി അത് അങ്ങനെ ഒരു അടിയും വഴക്കൊന്നും വേണ്ട. അവരുടെ അവിടെ അടിയും വഴക്കം ഉണ്ടാക്കിയിട്ടോ ഒന്നും അല്ല അവനോട് വന്നേ. അവൻ ഓൾറെഡി RPന്ന് ഗ്യാപ്പ് എടുത്ത് കുറച്ച് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയണത് പോലെ ഇന്നലെ ഞാൻ അവനെ പറ്റി മെൻഷൻ ചെയ്തപ്പോൾ അവന് കളിക്കണമെന്നൊരാഗ്രഹം വന്ന് ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് തിരിച്ച് അവൻ കളിച്ച് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി എനിക്കത് കൺസിഡർ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലാതെ ഡയോസായിട്ട് അടിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടല്ല അവൻ ഇവിടെ വന്നത്. അത് റുബലും ഇന്ന് ഓൾറെഡി അവരുടെ ഇതിനകത്ത് പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. സോ വാർച്ചാറ്റ് കത്തിയെന്ന് സ്റ്റീവ് ഈ സിറ്റിയിൽ കളിക്കുന്ന അവൻ എല്ലാവരുടെ കോണയൊക്കെ ഉണ്ടെങ്കിലും സിറ്റിയിൽ കളിക്കുന്ന മോസ്റ്റ് ഓഫ് ദ എല്ലാ പ്ലേയേഴ്സിനും സ്റ്റീവിനോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അത് അവൻ്റെ വായ്ത്താളതോ അവൻ്റെ തെറുവിളി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കൊണ്ടല്ല, അവൻ്റെ ഇൻ ഗെയിമിലെ സ്കിൽസിനോട് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് കുറേ പേർക്ക്. അതിവിടെ സിറ്റിയിൽ കഴിഞ്ഞത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് ഗ്യാങ്ങാണെന്ന് നോക്കിയാൽ മതി, അവനോട് ആ ഒരു റെസ്പെക്ട് കുറേ പേർക്കുണ്ട്. ആ സ്കില്ലിനോടുള്ള റെസ്പെക്ട് കുറേ പേർക്കുണ്ട്. അതുകൊണ്ടാണ് നോക്ക് ഒത്തിരി പേരിടുന്നു. നോക്ക് എന്തോരം പേരാ വാർച്ചാറ്റിലിടുന്നു. എനിവേ അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഡെസ്ട്രോ ആണ്, സ്റ്റീവ് ആണ്. റെപ്രസെന്റിങ്. ഇനി അടിച്ചങ്ങനെ കൊന്ന സാമാനം വെട്ടി ഞാൻ കടലറിയവേ. അപ്പൊ പിള്ളേരെല്ലാം ഞാൻ കൊണ്ട് തന്നിട്ടുണ്ട്. ഇനി വാറൊക്കെ അടുപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ചന്ദ്രന്റെ. ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലോ അണ്ണാ. ഒരെണ്ണം ഉണ്ട്. പിന്നെ ആ സ്ലോട്ടാണ് എനിക്ക് എന്നേക്കുക. എനിക്ക് ഒരാളെ നോക്കി സിറ്റിയും തെരഞ്ഞെടുത്ത് ഇതാക്കാൻ വേണ്ടിട്ട് അല്ലേ അണ്ണാ? അതെ, അത് ഞാൻ ചന്ദ്രന് വിട്ടു തരുവാണ്. അത് സീരിയസ് ആയിട്ട് ഞാൻ പറയണേ, അത് ചന്ദ്രന് വിട്ടു തരുവാണ്. ഇനി ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ ചന്ദ്രന് ഒരാളെ കണ്ടുപിടിച്ച് റിക്രൂട്ട് ചെയ്യാം. പൈസ കുവിഞ്ഞു കൂടും. കൈക്കൂലി മേടിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ലേ? ഇല്ല, കൈക്കൂലി മേടിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരാളെ നിനക്ക് കൊണ്ടുവരാം. പിന്നെ സൂര്യബോസിനും പറ്റൂല. എന്റെ മകൻ എനിക്ക് എന്റെ ലൈനിൽ ഒരാളെങ്ങനെ നിർത്തി. നിന്റെ മോനെ ഞാൻ അത് റിക്രൂട്ട് ചെയ്താ അടുത്ത ദിവസം നീ എന്നെ കൊന്നുകളയും. പിന്നെ നീ ലീഡർ, അവൻ കോ ലീഡർ. നീ ആ ലെഗസി അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് ഞാൻ ഒരിക്കലും സംഭവിക്കില്ല. അത് ഞാൻ സംഭവിക്കില്ല. അതെന്തായാലും ഇല്ല. ചന്ദ്രനോട് ഒരു ടാസ്ക് കൊടുക്കുക. അതായത് ഈ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു സിറ്റിസനെ അത് ചന്ദ്രന് ഡിസർവിംഗ് എന്ന് തോന്നുന്ന ഒരു സിറ്റിസനെ തന്നെ കേട്ടുന്നതിൽ എന്താണ് കേട്ടില്ല പാപ്പ. അതായത് ഈ സിറ്റിയിലുള്ള ഒരു സിറ്റിസൺ അത് ചന്ദ്രന് ഡിസർവിംഗ് ആണ് എന്ന് തോന്നുന്നത്, ടിവിയെ അവൻ കേറാൻ ഡിസർവിംഗ് ആണ് എന്ന് തോന്നുന്ന ഒരു സിറ്റിസനെ കണ്ടുപിടിക്കുന്ന ടാസ്ക്. അപ്പാപ്പ ഞാനൊരു കാര്യം പറയട്ടെ, വെടിവെക്ക ഇതിനപ്പുറത്ത് ഈ സിറ്റിയിൽ ഇനി ആൾക്കാരില്ല പാപ്പ. ഇനി ആരും കൊണ്ടുവരയില്ല. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഇനി ആരും കൊണ്ടുവരയില്ല. അതുകൊണ്ട് ഇനിയുള്ള സ്ലോട്ടിൽ ചന്ദ്രൻ ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷെ ഡിസേർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള എനിക്ക് ഞാനൊരു കാര്യം പറയാം. എനിക്ക് കുറച്ചധികം സമയം വേണം. നമ്മള് പുറത്തുനിന്ന് ആളെ ഇതാക്കി എടുക്കുന്ന കണക്കല്ല, അകത്തുനിന്ന് കണ്ടുപിടി. ഇപ്പൊ എൻഗേജ് വേറെ കൊണ്ട് പറഞ്ഞല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, മാമൻ തിരിച്ചു കയറാന്ന് പറഞ്ഞാൽ അതിന് ശേഷം അവനെ കണ്ടിട്ടില്ലല്ലേ? പിന്നെ മാമ 5 ദിവസത്തിൽ ഇരിക്കണം. 5 ദിവസത്തിൽ ഇല്ല അണ്ണാ, ഞാൻ കാര്യം പറയട്ടാ, അവൻ കേറാറില്ല ശരിക്കും. അവൻ എനിക്ക് അറിയത്തില്ല വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതിന്റെ. അവന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നടാ.
അത് പറഞ്ഞായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ അല്ല അവൻ വിശ്വാസം. ഓക്കെ ആയി വരുന്നേ ഉള്ളൂന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ പറയാം. കറന്റ് ഇപ്പൊ നമ്മുടെ അതിനകത്ത് ഇനാക്റ്റീവ് മൈൽസ്, സക്കീർ, മെന്നി, സ്ലോട്ടർ ഉള്ളവരാണ് പറയണേ. മെന്നി, പിന്നെ വേറെ മാമൻ. അല്ല മാമൻ സ്ലോട്ടിലില്ല. മാമനില്ല. നീഗൻ വീണ്ടും ഇനാക്റ്റീവ് ആണ് ചന്ദ്ര. ഇല്ല അത് അണ്ണൻ ഡിസിഷൻ എടുക്കാത്. കാരണം എനിക്ക് അറിയത്തില്ല അവന്റെ കാര്യം എങ്ങനെ. മറ്റേ ചെണ്ടമേളൊക്കെ ആയിട്ട് അവരെ പോയിട്ട് കൊണ്ടുവരും തൊഴി. അപ്പൊ എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. മനസ്സിലായ? ഇല്ലില്ല ഞാൻ ഇപ്പൊ പറയണ വെച്ചാൽ ഇപ്പൊ മൈൽസിന് പകരം മൈൽസ് ആക്റ്റീവ് ആകുന്നവരെ ഡെസ്ട്രോയ എന്തായാലും ലൈനപ്പിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള ഒരാളത്തെ ചോദിച്ചിട്ട് ഏതാ. പിന്നെ കെവിനും ഇനാക്റ്റീവ് ആണ്. കെവിന് പിന്നെ സർജറി ആണ്. കെവിന് ഒരു സർജറി ഉണ്ട്. കെവിന്റെ സർജറി കഴിഞ്ഞ അവൻ എന്തായാലും എനിക്ക് തോന്നുന്നു സർജറി കഴിഞ്ഞ അവന് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം സർജറി കഴിഞ്ഞ അവൻ കുറച്ചാള് ഇല്ല സർജറി കഴിഞ്ഞ ഇരുന്ന് കളിക്കാൻ പറ്റൂല. ശരിയാ. അപ്പൊ സർജറി കഴപ്പങ്ങ് തീർന്നു. എന്താവശ്യം ഉണ്ടായിരുന്നു? അപ്പൊ നമ്മള് കാര്യമായിട്ട് ഇത് പറയല്ലായിരുന്നു. ഹലോ ബ്രോ വണ്ടി ഒന്ന് ഇടിച്ച ഒരാൾ മരിച്ചായിരുന്നു നമ്മുടെ കൂട്ടത്തില്. കുഴപ്പമില്ല എടുത്തു വണ്ടി എടുത്തു പാവം ഹോസ്പിറ്റലുണ്ട്. കഴിഞ്ഞായിരുന്നടാ. ആണല്ലേ? കുഴപ്പമില്ല. ഇവൻ ഇത് തന്നെ പണി. ഹലോ സാറേ, ശബരിമലയ്ക്ക് പോകാൻ ദക്ഷിണല്ലോ? എന്താടാ? ആരും ഞാനോ? ബോബോയെയോ? ടിവിയിൽ ഒരു OG മെമ്പറായ ബോബോയെ ഞാൻ ആക്കി സംസാരിക്കാനോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ റേഡിയോക്ക് അത് കണക്ട് ചെയ്തപ്പോ തന്നെ എന്റെ ലെഫ്റ്റ് സൈഡിലുള്ള റേഡിയോയുടെ അവിടെ ഫുൾ ഒരു ഓറ വന്നു. മനസ്സിലായ? അത് വാ നമ്മള് ഈ വയനാട് അല്ലെങ്കിൽ ഈ കാടൊക്കെ ഉള്ള ഏരിയയിൽ പോകുന്ന സമയത്ത് കാട്ടുതേനാണെന്ന് പറഞ്ഞ് ഓരോരുത്തന്മാര് പെട്രോള് വാറ്റിക്കൊണ്ട് വെച്ചിട്ട് പറയില്ലേ ഇത് കാട്ടുതേനാണ്, ചെറുതേനാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മള് ജീവിതത്തിൽ ഒരിക്കൽ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റി നമ്മളത് മേടിക്കും. അതുപോലെ എന്നെ ഒരാൾ പറഞ്ഞു പറ്റിച്ച് മേടിച്ചതാണ് ഞാൻ ഈ ബോബോയെ TVക്കകത്ത്. ഇവര് ഭയങ്കര മാപ്പ് നോളജ് ആണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ് അബദ്ധത്തിൽ ഒരു ദിവസം പറ്റിപ്പോയാ. അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങളിപ്പോ അങ്ങനെ തേൻ മേടിച്ചിട്ട് അത് റിട്ടേൺ കൊടുക്കാൻ അവിടെ പോയാൽ അവരുടെ പൊടി പോലും കാണൂലല്ലോ. അതുപോലെയാണ് എനിക്കിത് ആരുടെ തിരിച്ചു കൊടുക്കണമെന്ന് പോലും അറിയാൻ പറ്റാതായിപ്പോയി. മനസ്സിലെ അങ്ങനെ ആയിപ്പോയി ചെറുക്കന പറയല്. അതെന്താടാ? പുതിയ പരിപാടി നമുക്ക് ഇങ്ങനെ വേഗം കടിക്കാം എല്ലാരും. എന്തിനാ സീൻ? ഇതാണ് നമ്മുടെ പുതിയ ടാക്ടിക്സ്. ഞാൻ ഉരുവാക്കിയ തലയും കവറ കണ്ടടിക്കാനും വരത്തില്ല. പറഞ്ഞോ അഴിച്ചെടുക്കുന്ന സമയത്ത് വായിച്ച് ഞാൻ കേറിയില്ല.